ഭഗവാന്റെ നാമം സ്മരിച്ചുകൊണ്ട് തുടങ്ങാം. എല്ലാവരും കണ്ണുകൾ അടച്ചിട്ട് നാമം ചൊല്ലാം. ഓം നമോ നാരായണായ, 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 ഓം നമോ നാരായണായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങൾ. അതിൽ രണ്ടാമത്തെ സ്കന്ധം, അതിൻ്റെ സാരം. രണ്ടാമത്തെ സ്കന്ധം ഒരു കുഞ്ഞു സ്കന്ധമാണ്. 10 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ. ഇപ്പോൾ കുഞ്ഞല്ലേ. ദശമസ്കന്ധം 90 അധ്യായങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കുട്ടി സ്കന്ധം. പക്ഷെ കുട്ടി സ്കന്ധമാണെങ്കിലും നമ്മുടെ കുഞ്ഞ് കാന്താരി മുളകില്ലേ, അതുപോലെയാണ്. കാന്താരി മുളക് കടിച്ചു കഴിഞ്ഞാൽ വിവരം അറിയല്ലേ, അതേപോലെ സാരയുക്തമായിട്ടുള്ള സ്കന്ധമാണ്. അപ്പം ഇതിൻ്റെ വിഷയം എന്താണ്? ഇതിന് ഉപാധി സ്കന്ധം അല്ലെങ്കിൽ നിവൃത്തി സ്കന്ധം എന്നും കൂടി പറയും. എന്താണ് ഉപാധി, എന്താണ് നിവൃത്തി? ശുക്രദേവൻ എത്തിക്കഴിഞ്ഞു പരീക്ഷിത്തിൻ്റെ അടുത്ത്. പരീക്ഷിത്ത് മഹാരാജാവ് ചോദ്യം ചോദിക്കാന്. എല്ലാ ചോദ്യങ്ങളുടെ എല്ലാം ഒരു സാരമായിട്ടുള്ളൊരു ചോദ്യമേ ഉള്ളൂ. എന്താണ്? മരണാസന്നനായ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ മരണസമയത്ത് എല്ലാവരും ശരിക്കും എന്താ ചെയ്യേണ്ടത്? മരണസമയത്ത് ചെയ്യണമെങ്കിൽ അത് ജീവിതകാലം മുഴുവനും ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ജീവിതകാലം മുഴുവനും എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, സിമ്പിളായിട്ട് പറയണമെങ്കിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം. എങ്ങനെ ജീവിക്കണം എന്ന് ഭഗവത്ഗീത പറഞ്ഞിരുന്നു, എങ്ങനെ മരിക്കണം എന്ന് ഭാഗവതം പറഞ്ഞിരുന്നു. രണ്ടും നമ്മുടെ പാണ്ഡവ വംശത്തിൽ പെട്ടവരാണ് നമുക്ക് തന്നതല്ലേ. അർജുനൻ നമുക്ക് ഗീത തന്നു, അർജുനൻ്റെ ഏരക്കുട്ടി നമുക്ക് എന്ത് തന്നു? ഭാഗവതം തന്നു. അപ്പോൾ മരണാസന്നനായ വ്യക്തി എന്ത് വേണം? ഈ സ്കന്ധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയാണ് അന്തേ നാരായണ സ്മൃതി. നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അത് ഈ സ്കന്ധത്തിലാണ് വരുന്നത്. എന്താണ് ഒരു ജീവന്റെ ലക്ഷ്യം? അന്തിമകാലത്ത് അന്തേ, അന്തത്തിൽ, സപ്തമി വിഭക്തിയാണ്.
അന്തത്തിൽ ജീവിത അവസാനത്തിൽ നാരായണ സ്മൃതി, നാരായണനെ സ്മരിക്കണം. ഒരാൾ വിചാരിക്കുകയാണ്, സൂത്രപ്പണി ഇതാണല്ലേ, അപ്പൊ അവസാന നിമിഷം ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് എത്താലോ അല്ലേ. അപ്പൊ ജീവിതകാലം മുഴുവൻ എങ്ങനെയൊക്കെയോ കഴിഞ്ഞുകൂടുന്നു, തരികടയൊക്കെ ചെയ്തിട്ട് അവസാന നിമിഷം ഭഗവാനെ സ്മരിക്കാമോ? പറ്റില്ല. അങ്ങനെ ഭഗവാൻ നഷ്ടക്കച്ചവടത്തിന് ഭഗവാൻ തയ്യാറല്ല. അപ്പൊ ഭഗവാൻ പറയാണ്, അന്തിമകാലത്ത് ഭഗവാനെ സ്മരിക്കണമെങ്കിൽ ജീവിതകാലം മുഴുവനും ഭഗവാനെ സ്മരിച്ചിട്ടുണ്ടാവണം. ഭഗവാൻ ഉള്ളില് ഹൃദയത്തില് നിറയണം. അപ്പം അതിനുള്ള എന്താണ് ഏറ്റവും എളുപ്പത്തിലുള്ള വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ശ്രവണം. ശ്രവണം ശ്രവണം ശ്രവണം. അപ്പൊ ഈ ഒരു സ്കന്ധത്തില് ഭഗവത് പ്രാപ്തി സാധനമായിട്ട് ഭഗവാനെ ഉള്ളില് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി ഉപാധി എന്താണ്? മനസ്സിന്റെ നിവൃത്തിക്കുള്ള ഉപാധി ശ്രവണം. ശ്രവണത്തിന് അത്ര മഹത്വം പറഞ്ഞിരിക്കുന്നു. ശ്രവണം. ശരി, ഇപ്പം ഇതിൽ പറയാണ്, ജീവിതത്തിൻ്റെ അന്തിമകാലത്ത് ഭഗവാനെ സ്മരിക്കണം എന്നാണല്ലോ പറയുന്നത്. ഈ അന്തിമകാലം എപ്പോൾ വേണമെങ്കിലും വരാം. എപ്പോഴാണ് ഉള്ളിൽ ഭയം ജനിക്കുന്നത്? അപ്പം അന്തിമകാലമായി എന്ന് വിചാരിക്കാം നമുക്ക്. ഭയം. ഈ സ്കന്ധത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്, അഭയം ഇച്ഛത. അഭയം ആഗ്രഹിക്കുന്നവനാൽ എന്ത് വേണം? അഭയം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? അഭയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹരിഹി ശ്രവണീയ. ഹരിയെ ശ്രവണം ചെയ്യണം, കേൾക്കണം, ഹരിയെ കീർത്തിക്കണം, ഹരിയെ സ്മരിക്കണം. ഇത് മൂന്നെണ്ണവും തീർച്ചയായിട്ടും ചെയ്യണം എന്ന് പറയാണ്. അതാണ് ഉപാധി. ഭഗവത് പ്രാപ്തിക്ക് ഉള്ള ഉപാധിയാണ് അത്. അപ്പം ഈ അഭയം ആഗ്രഹിക്കുന്നവർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. അഭയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭയത്തിനെ കണ്ടവരായിരിക്കണം. കഠോപനിഷത്തിൽ ഒരു ചെറിയ കുട്ടി നചികേതസ് മൃത്യു ഭഗവാന്റെ അടുത്ത് നിന്നുമാണ് ഈ ഒരു ശാസ്ത്രം, ഭഗവത് പ്രാപ്തി സാധനമായ ആ ഒരു ശാസ്ത്രം പഠിക്കുന്നത് ആ കുട്ടി. അപ്പോൾ മരണത്തിനെയാണ് അഭിസംബോധന ചെയ്തത്, മൃത്യുവിനെ അഭിസംബോധന ചെയ്തു. ഉള്ളിൽ മൃത്യുവിനെ കണ്ടയാൾക്ക് മാത്രമേ ഭയം ഉണ്ടാവുള്ളൂ. ഭയമുണ്ടെങ്കിൽ മാത്രമേ അഭയത്തിനുള്ള ആഗ്രഹം വരുള്ളൂ. അഭയത്തിനുള്ള ആഗ്രഹം വന്നാലേ ഈ ശാസ്ത്രത്തിലേക്ക്, ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സ് തിരിയുള്ളൂ. ഇപ്പം നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ മതി, മുഴുവനും ഭയമാണല്ലോ അല്ലേ. പക്ഷെ ഉള്ളിൽ ഭയത്തിനെ കാണണം, പൊരിയണം ഉള്ളിൽ. എപ്പോഴാണ് ആരെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള ബന്ധുവോ മിത്രമോ ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം വരും അല്ലേ. അയ്യോ അവർ പോയല്ലോ, ഇനി അടുത്താരാണ്, നമ്മൾ പോകുമല്ലോ എന്നുള്ളൊരു ചിന്ത വരുമല്ലേ. മരണത്തിനെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അത് താത്കാലികമായുള്ളതല്ലേ, അത് ആത്യന്തികമായി ഉള്ളിൽ ഉണ്ടാവില്ലല്ലോ. താത്കാലികമായ ഒരു വൈരാഗ്യം വരും അല്ലേ. പിന്നീടോ അതിന് ശ്മശാന വൈരാഗ്യം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മുടെ ആരെങ്കിലും തൊട്ടടുത്ത മിത്രങ്ങൾ ബന്ധുക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ പോയി ദഹിപ്പിച്ചിട്ട്, ശരീരം പോയി ദഹിപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വൈരാഗ്യം, എന്ത് ജീവിതത്തിലും ഒന്നുമില്ല, ഒരു സുഖമില്ല, എല്ലാം പോയി. കുറച്ച് ദിവസം കഴിഞ്ഞാലോ നന്നായിട്ട് ചാപ്പാട് വെട്ടുന്നു അല്ലേ, സദ്യ ഉണ്ണുന്നു. ഇപ്പോൾ എവിടെ പോയി ഇത്? അതൊക്കെ എന്നായില്ലേ. അങ്ങനെയുള്ള വൈരാഗ്യം അല്ല ഇവിടെ പറയുന്നത്. വൈരാഗ്യം ശരിക്കും ഉദിക്കണമെങ്കിൽ ഉള്ളിൽ ഭയത്തിനെ നമ്മൾ ദർശിക്കണം. അപ്പോൾ ഉള്ളിൽ പേടിയുണ്ടാവണം അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും പേടിപ്പിക്കുകയാണോ ചെയ്യുന്നത്? പേടിപ്പിക്കുകയാണോ ചെയ്യുന്നത്? പേടി ഉള്ളിൽ വരണം. അപ്പം നമ്മളൊന്ന് കാണണം, ഈ നമ്മുടെ തന്നെ ഉള്ള ശരീരം, നമ്മുടെ ഈ ശരീരം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണ്, ആ വീട് ചോരാണ്, അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുകയാണ്, എപ്പോഴാണ് വീഴാന്ന് അറിയില്ല. എന്നിട്ട് സുഖമായിട്ട് അതിൽ വസിക്കുന്നു, അറിയുന്നേ ഇല്ലല്ലേ എപ്പോഴാണ് പൊട്ടുകയെന്ന്. അപ്പോൾ ഉള്ളിൽ ഭയം വരില്ലല്ലോ. പക്ഷെ ഒന്ന് കാണണം അതിനെ. അവിടെ ചോരുന്നു, ഇവിടെ ചോരുന്നു, ഇവിടെ പൊട്ടിയിരിക്കുകയാണ്, ഫാൻ തൂങ്ങിയിരിക്കുകയാണ്, ഫാൻ ഇപ്പം താഴെ വീഴും. അങ്ങനെ ഓരോന്നിനെയും നമ്മൾ കാണണമല്ലോ, പോയിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ കാണണം. അപ്പോൾ ഉള്ളിൽ നമ്മളും ചുറ്റുമുള്ള സാഹചര്യമൊക്കെ ഒന്ന് നോക്കണം. എന്താണ് ഇവിടെ ശാശ്വതമായിട്ടുള്ളത്? ഒന്നും തന്നെ ഇല്ലല്ലോ. എന്താ ശാശ്വതമായിട്ടുള്ളത്? പല പല സ്ഥലത്ത് കൃഷി സ്ഥലങ്ങളുണ്ട്, അതെല്ലാം വെട്ടിമാറ്റി ഇപ്പം എന്തായി, ഫ്ലാറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവി കാലത്തിൽ ഈ ഫ്ലാറ്റുകളൊക്കെ മാറി എന്താവും അറിയില്ലല്ലോ അല്ലേ. നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും ടാറ്റ ബൈബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല്ലുകൾ ഓരോന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 1 2 3 എന്ന് പറഞ്ഞ്. പക്ഷെ പല്ല് പോകും, പക്ഷെ പുതിയ പല്ല് വരുമല്ലോ, അതുകൊണ്ട് അറിയില്ല അത് പുതിയ പല്ലാണോ പഴയ പല്ലാണോ ടെമ്പററി ആണോ ആർട്ടിഫിഷ്യൽ ആണോ എന്ന്. തിളങ്ങി നിൽക്കുന്ന പല്ലാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ആണോ എന്ന് മനസ്സിലാക്കാം നമുക്ക്. അപ്പോൾ പല്ലുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, മുടി പോയിക്കൊണ്ടിരിക്കുകയാണ്, മുട്ട് പോകുന്നു, നടുവ് പോകുന്നു. അപ്പോൾ ഉള്ളിലൊരു ഭയം പറഞ്ഞു, അയ്യോ എല്ലാവരും പോകുമല്ലോ, അപ്പോൾ എന്താണ് പിടിക്കാനുള്ളത്? ശാശ്വതമായിട്ട് എന്തെങ്കിലും ഉള്ളിൽ ഉണ്ടോ? ഭയം ഉള്ളിൽ വരണമല്ലേ. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് കരഞ്ഞുകൊണ്ട് പറയാൻ പറ്റില്ല. ഉള്ളിൽ ഭയം വരണം.
എല്ലാം കാണുമ്പോൾ നമുക്ക് ഭയം തോന്നുമല്ലോ അല്ലേ? നിങ്ങളോട് പറയാണ്, നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നു ഇവിടെ, കാർഡ്ബോർഡ് ചെയർ, ഒരുപാട് കാർഡ്ബോർഡ് ചെയർ കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയണം ഇരുന്നോളൂട്ടോ. അയ്യോ, ഇതിലെങ്ങനെ ഇരിക്കാൻ പറ്റും? ഇതിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണോല്ലേ? അപ്പം അതേപോലെ തന്നെ ഈ ലോകത്തിലും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തൊട്ടടുത്തുള്ള, ഇപ്പം എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, എൻ്റെ സഹോദരൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എല്ലാവരും ഒരു ദിവസം പോകുമല്ലോ. ഉള്ളിൽ അത് ആലോചിച്ച് നോക്കണം, ദിവസം ഇതിനെപ്പറ്റി ആലോചിച്ച് നോക്കണം. ആലോചിച്ച് നോക്കുമ്പോൾ എന്താണ് ശാശ്വതമായിട്ടുള്ളത് ഭഗവാനെ? ഒന്നും ശാശ്വതമില്ലല്ലോ. അപ്പോൾ ശാശ്വതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എന്തിനെയാണ് ആശ്രയിക്കാൻ പറ്റുന്നത്? എൻ്റെ ശരീരത്തിനെ ആശ്രയിക്കാമോ? ഇല്ല. അത് എപ്പോഴാണ് ഭൂകമ്പം പുറത്ത് കൊണ്ടുവരിക എന്ന് പറയാൻ പറ്റില്ല. ചില സമയം നല്ല വേദന വന്നിട്ട് ആ വേദന എന്തെങ്കിലും രോഗമായി മാറുന്നു. നമ്മുടെ തന്നെ ശരീരം ആലോചിച്ച് നോക്കൂ. നമ്മൾ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന ശരീരം, ആ ശരീരത്തിന് എന്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. ഒന്നും ശാശ്വതമില്ല. അപ്പൊ ശാശ്വതം ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്താണ് ശാശ്വതമായിട്ടുള്ളത്? ശാശ്വതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉള്ളിലൊരു ഭയം തോന്നണം. ആ ഭയം തോന്നുകയാണെങ്കിൽ മനസ്സ് അന്വേഷിക്കാൻ തുടങ്ങും. ഭയമില്ലാത്ത ശാശ്വതമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്താണ് ശ്രവണത്തിലൂടെ ഭഗവാൻ ഉള്ളിലേക്ക് കടക്കുന്നത്. നമ്മൾ ശാസ്ത്രങ്ങളിൽ പറയുന്നു, ശാശ്വതമായിട്ടുള്ള ഒരേ ഒരു വസ്തുവേ ഉള്ളൂ ഇവിടെ. ആരാണ്? ഭഗവാൻ. ആ ഭഗവാൻ ആരാണ്? നമ്മൾ അന്വേഷിക്കുന്ന പരമമായിട്ടുള്ള അനന്തമായിട്ടുള്ള എക്കാലവും നീണ്ടു നിൽക്കുന്ന ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ആ ഭഗവാനെ പ്രാപിച്ച മഹാത്മാക്കൾ പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ എനിക്കും പറ്റും, അങ്ങനെ പറ്റും എന്നുള്ളൊരു വിശ്വാസം വരും. അതിന് എളുപ്പ വഴി എന്താണ്? എവിടെയെങ്കിലും പ്രവചനം നടക്കുന്നുണ്ട്, അവിടെ പോയി ഇരിക്കുമ്പോൾ ചെവിയിലൂടെ ഭഗവാൻ ഉള്ളിലേക്ക് കടക്കുന്നു അല്ലേ? ഒരു 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരു സുഹൃത്തിനെ കാണാതായി, കുറേ ദിവസമായി കണ്ടതേ ഇല്ല. അപ്പം മറ്റേ സുഹൃത്ത് ഓർത്തു, ഇത് ഇവന് കുറേ ദിവസമായാലും കണ്ടിട്ട് എന്ത് പറ്റി? 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ആയി. അപ്പം ഇവൻ വിചാരിച്ചു, ശരി അവൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി ഡോർ ബെല്ലൊക്കെ അടിച്ചു, കുറേ ബെല്ലടിച്ചു, വന്നിട്ടും തട്ടിയൊക്കെ ചെയ്തു, വന്നിട്ടും തുറക്കുന്നൊന്നുമില്ല. അപ്പോൾ വിചാരിച്ചു, ശരി തിരിച്ചു പോകുന്നില്ല ഞാൻ, എന്തായാലും അവനെ കണ്ടിട്ടേ ഉള്ളൂ, ഏതെങ്കിലും വഴി തുറന്നിട്ടുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീടിൻ്റെ ചുറ്റും ഒന്ന് പോയി നോക്കി. ചുറ്റും പോയി നോക്കിയപ്പോൾ ഒരേ ഒരു ജനൽ മാത്രം തുറന്നിരിക്കുന്നു. ആ ജനലിലൂടെ മെല്ലെ അകത്തേക്ക് കയറി പോയി നോക്കുമ്പോൾ അവിടെ മുഴുവൻ വൃത്തിയുടെ ആയിരിക്കുകയാണ്, പൊടി പിടിച്ച് കിടക്കാണ്. 2 ആഴ്ചയായിട്ടും വൃത്തിയൊന്നും ആക്കിയിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നീട് ഉള്ളിൻ്റെ മുറിയിലൊക്കെ പോയി നോക്കുമ്പോൾ ആ സുഹൃത്ത് ബെസ്റ്റ് ഫ്രണ്ട് അവിടെ കട്ടിലിൽ കിടക്കുകയാണ്, ഛർദ്ദിച്ച് അവശനായി ഇരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? വേഗം തന്നെ അവനെ വൃത്തിയൊക്കെ ആക്കിയിട്ട് നല്ല കാപ്പി ഇതൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, വിശദാംശങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പം മറ്റേ സുഹൃത്ത് പറയാണ്, എനിക്ക് വയ്യാതായി, പുറത്ത് വരാൻ പോലും ശക്തിയില്ലാതായി, അതാണ് ഇങ്ങനെ സംഭവിച്ചത്. നീ എങ്ങനെ അകത്ത് വന്നു? ഞാൻ ഡോർ ഇതൊക്കെ ജനലൊക്കെ അടച്ചാണല്ലോ ഇട്ടിരുന്നത്. അല്ല, ഒരു ജനൽ തുറന്നിരുന്നു, അപ്പം അത് വഴി ഞാൻ അകത്തേക്ക് കയറി വന്നു എന്ന്. ഇതേപോലെയാണ് ഭഗവാൻ. നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ സംസാര സാഗരത്തിൽ ഇരുന്ന് കഷ്ടപ്പെടുകയാണല്ലേ. അപ്പം നമുക്ക് ഭഗവാനെ വിളിക്കാൻ പോലും പറ്റില്ല, അറിയുന്നില്ല നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഭഗവാൻ നമ്മുടെ ഉറ്റ സുഹൃത്താണല്ലോ, അജ്ഞാത സഖാവാണല്ലോ ഭഗവാൻ. ഭഗവാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജനലിലൂടെ, നമ്മൾ ഹൃദയം തുറന്നിട്ടില്ല, ആദ്യമായിട്ട് ഭഗവാനെ നമ്മൾ കേൾക്കുന്നതിന് മുൻപ്, ഭഗവാനെ പറ്റി കേൾക്കുന്നതിന് മുൻപ് ഹൃദയം അടച്ചിരിക്കുകയാണ്, എല്ലാം അടച്ചിരിക്കുകയാണ്, കണ്ണു മൂക്ക് നാവ് ചെവിയൊക്കെ അടച്ചിരിക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്യുന്നു? എവിടെയെങ്കിലും ഒരു പ്രവചനം കേൾക്കുമ്പോൾ ചെവിയിലൂടെ, ഇതാണല്ലോ ജനലല്ലേ, ചെവിയിലൂടെ ഭഗവാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ടോ പ്രവേശിച്ചിട്ട് മനസ്സിനെ ഒന്ന് വൃത്തിയാക്കുന്നു. അവിടെ വൃത്തിയാക്കിയല്ലോ ആ സുഹൃത്തിൻ്റെ, അതേപോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കുന്നു. എന്നിട്ട് നമുക്ക് ഉഷാറ് തരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. അത്ഭുതമല്ലേ ഭഗവാന്റെ ആ ഒരു മഹിമ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അന്തിമമായിട്ട് അവസാന കാലത്ത് ഭഗവാനെ സ്മരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ചെറിയ കാലം മുതൽ തന്നെ ഭഗവാനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ഭഗവാൻ കർമ്മരന്ധ്രത്തിലൂടെ എങ്ങനെയാണോ ഗരുഡൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട്, ഈ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഗരുഡൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ വരുന്നത്, അതേപോലെ ശാസ്ത്രവാക്യങ്ങളാകുന്ന ഗരുഡൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ നമ്മുടെ ചെവിയിലൂടെ കയറിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് അവിടെ പ്രതിഷ്ഠിതനാവും അല്ലേ. ക്ഷേത്രത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നത് പോലെ അവിടെ പ്രതിഷ്ഠിതൻ. അത്ര സിമ്പിളല്ലേ. അതുകൊണ്ടാണ് ഇതിന് ഉപാധി സ്കന്ധം. ഉപാധി, ഏറ്റവും ലളിതമായിട്ടുള്ള ഉപാധി ശ്രവണം. ശ്രവിച്ചു കഴിഞ്ഞാലോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രവിച്ച് കേട്ട് ഇഷ്ടപ്പെട്ട് ആ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനെപ്പറ്റി നമ്മൾ പറയാൻ തുടങ്ങും അല്ലേ.
അല്ലേ? ഈ പ്രേമ വിവാഹത്തിലൊക്കെ അങ്ങനെയാണോ സംഭവിക്കുക? ആദ്യം ഇഷ്ടമല്ലാതിരിക്കും, പിന്നാലെ നടക്കും അല്ലേ? പെണ്ണിൻ്റെ പിന്നാലെ ആണ് നടക്കും, ആണിൻ്റെ പിന്നാലെ പെണ്ണ് നടക്കും. ഐ ലവ് യു, ഐ ലവ് യു, ഐ ഹേറ്റ് യു പറയും അല്ലേ? പിന്നെ കുറേ നാളിങ്ങനെ പുറകെ നടക്കും. കുറേ നാൾ പുറകെ നടന്നിട്ട് പിന്നെ ഈ സംശയം, ഐ ലവ് യു എന്ന് സംശയമാണ് കേട്ടോ. അപ്പം ആദ്യം ഐ ഹേറ്റ് യു ആയിരുന്നു, പിന്നെ അത് മാറി എന്തായി? സംശയമായി അല്ലേ? പിന്നീട് പുറകെ നടന്ന് എന്തായി? ഐ ലവ് യു. പിന്നെയോ പറയുന്ന സംസാരിക്കുന്നതും ചെയ്യുന്നതും എല്ലാവരെ പറ്റിയിട്ടായിരിക്കും അല്ലേ? ഈ പേരക്കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷമുള്ള മുത്തശ്ശന്മാർ ആര് വന്നാലും പേരക്കുട്ടികളെ പറ്റി പറയും. ഓ, എൻ്റെ പേരക്കുട്ടി എന്ത് സുന്ദരമായിട്ട് ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നറിയോ, എന്ത് സുന്ദരമായിട്ട് നടക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അങ്ങനെ അപ്പം നമ്മുടെ മനസ്സിൽ, ചെവിയിലൂടെ നമ്മൾ കേൾക്കുന്നത് മനസ്സിൽ പ്രതിഷ്ഠിതമായി കഴിഞ്ഞാലോ പുറത്തേക്ക് വരും അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്, കീർത്തിക്കണം ഭഗവാനെ. ശ്രവണം ചെയ്ത് കഴിഞ്ഞു, പിന്നീടോ ഭഗവാനെ പറ്റി പറയാ. അപ്പം നിങ്ങളൊക്കെ ക്ലാസ്സൊക്കെ എടുക്കുന്നവർക്ക് ആ പറയുന്നതിൽ എന്തൊരു ആനന്ദമായിരിക്കും. അപ്പോൾ കേൾക്കുന്നവർക്കും ഒരു ആനന്ദം, പറയുന്നവർക്കും ഒരു ആനന്ദം. അപ്പോൾ കേൾക്കാൻ ആരും ഇല്ലെങ്കിലോ സ്മരിക്കാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ വഴി എന്താണ്? കേൾക്കുക, കീർത്തിക്കുക, പിന്നീട് ആരും ഇല്ല കേൾക്കാൻ. ശരി, വേണ്ട, ഉള്ളിൽ സ്മരിക്കാമല്ലോ. വേറെ എന്തൊക്കെയോ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നു അല്ലേ? മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചക്രാസുരനുണ്ട്. ഈ ഹനുമാന്റെ കഥയിൽ ഒരു അസുരൻ വരുന്നുണ്ട്, ചക്രാസുരൻ. ഈ ചക്രാസുരൻ വന്നിട്ട് ഇങ്ങനെ ചക്രം പോലെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നവരെല്ലാം ജഡമായി തീരും. ഉള്ളിലേക്ക് പ്രവേശിക്കുന്നവർ ആ ചക്രവാദം എന്ന് പറയില്ല നമ്മൾ, ചുഴി, അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നവർ അങ്ങനെ അടിയിൽ പോയിട്ട് പാതാള ലോകത്തിലേക്ക് പോയിട്ട് ജഡമായിട്ട് അങ്ങനെ നിൽക്കും. നമ്മുടെ ഉള്ളിൽ ഒരു ചക്രാസുരനുണ്ട്. ആരാണ്? മനസ്സ് തന്നെയാണ് ചക്രാസുരൻ. മനസ്സ് എപ്പോഴാണ് ചക്രാസുരൻ ആവുന്നത്? ഒരേ ചിന്തകൾ തന്നെ ആവർത്തിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനാണല്ലോ നമ്മൾ ഡിപ്രഷൻ, സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പം അതിലേക്ക് പെട്ടുകഴിഞ്ഞാലോ ആളെന്താകും? ജഡമായി തീരും. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു മുറിയുടെ ഉള്ളിൽ അടച്ചിരുന്നുകൊണ്ട് ഒന്നിനും ഇപ്പം സംഭവിക്കുന്നില്ല, ഒന്നും പറ്റുന്നില്ല എന്നല്ല പറയുന്നത് നമ്മളല്ലേ? അപ്പം ഇതിനെന്താണ്? ഇതെന്ന് പുറത്ത് വരാനുള്ള വഴി ഭഗവാന്റെ നാമം. ഹനുമാൻ ഈ ചക്രാസുരനെ വധിക്കുന്നത് എങ്ങനെയാണ്? ഹനുമാൻ രാം എന്ന് ജപിക്കും. രാം എന്ന് ജപിക്കുമ്പോഴും ആ ചക്രത്തിൽ ഒരു കട്ടായി അല്ലേ? രാം. അതും സാധാരണ ആളല്ല ജപിക്കുന്നത്. രാമനാമത്തിൽ മുഴുകിയിരിക്കുന്ന, രാമനാമമൂർത്തിയായിരിക്കുന്ന ഹനുമാൻ രാം എന്ന് ജപിച്ചപ്പോൾ അതിലൊരു കട്ട് വന്നു. ആ ചക്രത്തിലൊരു ഓപ്പണിങ്. അങ്ങനെ രാമനാമം ജപിച്ചുകൊണ്ടാണ് ഹനുമാൻ ചക്രാസുരനെ വധിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു ചക്രാസുരനുണ്ടല്ലേ? ചിന്തകളാകുന്ന ചക്രാസുരൻ. എത്ര ചിന്തകളാണ്. ഭൂരിപക്ഷവും ചിന്തകളും വേണ്ടാത്ത ചിന്തകളാണ്. നമ്മൾ തന്നെ ശ്രദ്ധിച്ചറിയാം, പല ചിന്തകളും 70-90% ചിന്തകളും ആവർത്തിച്ചു വരുന്ന ചിന്തകൾ, ഒരു പ്രയോജനമില്ലാത്ത ചിന്തകളാണ്. സത്യമല്ലേ? അപ്പം അതിനുവേണ്ടി എന്താ ചെയ്യുക? അതിനുവേണ്ടി ആ ചിന്തകളെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ, വേറെ ചിന്തകളെ കൊണ്ടുവരിക. എന്ത് ചിന്തകൾ? ഭഗവാനാകുന്ന ചിന്തകൾ. അപ്പം നിങ്ങളൊക്കെ ദേവി ഭാഗവതം പഠിക്കുന്നുണ്ടോ? ദേവി ഭാഗവതം കുറേ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ. ചോദ്യങ്ങളെ തന്നിട്ടുള്ളൂ, ഉത്തരം തന്നിട്ടില്ലല്ലോ. ചോദ്യങ്ങൾ. അപ്പം ആ ചോദ്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വേണ്ടാത്ത ചിന്തകളൊക്കെ മാറി. അതിന് പകരം ഈ ചിന്തകൾ വന്നു. ഈ ചിന്തകൾ നല്ല ചിന്തകളാണ്, ഊർജം പകർന്ന ചിന്തകൾ. മറ്റേതോ? അപ്പം ഇത് നമ്മുടെ ആചാര്യന്മാർ കരുണ കൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യൂ, അത് ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ പറയുന്നു അല്ലേ? നമ്മളെ കൊണ്ട് അത് ചെയ്ത് എടുക്കണം അവർക്ക്. അതേപോലെ ഇവിടെ പറയാൻ ആരും ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാനെ പറ്റി സ്മരിക്കാം. എത്ര ലളിതമായിട്ടുള്ള ഉപായം. അപ്പോൾ ഈ സ്കന്ധത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ശ്രവണം. ശ്രവണം ചെയ്യാം, ശ്രവണം ചെയ്തതിന് കീർത്തിക്കുക, പിന്നെ ശ്രവണം ചെയ്തതിന് സ്മരിക്കുക. അത് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപാധിയാണ് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്.